ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാസ്പേസ്. വാട്ട് എ മാച്ച് ഡേ. ഫുട്ബോൾ അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ് ലെവൽ. ഒരു കിടിലൻ മാച്ചിലാണ് കടന്നുപോയത്. അപ്പോൾ ഇന്നലെ രാത്രി നടന്ന ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ചായി കഴിഞ്ഞാലും, അതേപോലെ പുലർച്ചെ നടന്നിട്ടുണ്ടെങ്കിൽ ജർമ്മനി വേഴ്സസ് പരഗ്വേ മാച്ച് കഴിഞ്ഞാൽ ഈ തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ മാച്ച്. മൂന്നും കിടിലൻ മാച്ചാണ്, പീക്ക് ഫുട്ബോൾ. അപ്പോൾ ഫസ്റ്റ് മാച്ചിനെ പറ്റി പറയാം, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. അപ്പോൾ ബ്രസീൽ നല്ല ഷോക്കായിട്ടാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജപ്പാൻ നല്ല രീതിക്ക് തന്നെ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ബ്രസീൽ ഭയങ്കര മോശമായിട്ടാണ് ഫസ്റ്റ് ഹാഫ് കളിച്ചത്. പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി വെക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടൊരു വൃത്തിക്ക് ചാൻസ് ക്രിയേഷൻ നടക്കുന്നില്ല. വെറുതെ ക്രോസുകൾ എങ്ങനെ ഇടുന്നുണ്ട്, അത് കണക്ട് ചെയ്യാൻ ആരും വരുന്നില്ല. അപ്പം ഒരു വൃത്തിയില്ലാത്ത കളിയാണ് കളിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ജപ്പാൻ ഇപ്പോൾ ഒരു ഗോൾ അടിക്കുകയാണ്. അപ്പോൾ ഡാനിലോൻ്റെ ഒരു മിസ്റ്റേക്കിന് സനോ എന്നാണ് ആ പ്ലെയറിൻ്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മ. പുള്ളിക്കാരൻ്റെ ഒരു കിടിലൻ ഇന്റർസെപ്ഷൻ, ഒരു കിടിലൻ റൺ, ഒരു കിടിലൻ ഫിനിഷ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ലീഡ് ചെയ്തിട്ടാണ് ജപ്പാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നത് ബ്രസീൽ കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ് ടീമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു ടീം പോലെ ബ്രസീൽ വർക്ക് ചെയ്യുന്നതാണ്. എൻട്രിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് ആഞ്ചലോട്ടി. അപ്പോൾ ഹാപ്പി ഫോർ ഹിം, ഈസ് ഫൈനലി ഗെറ്റിംഗ് സം മിനിറ്റ്സ്. അപ്പോൾ എൻട്രിക്ക് വന്നിട്ട് കാര്യമായിട്ട് എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ല, റയാനെ പിൻവച്ചിട്ടാണ് എൻട്രിക്കിനെ കൊണ്ടുവരുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായ സെയിം ടാക്ടിക്സ് ആണ് ബ്രസീൽ സെക്കൻഡ് ഹാഫിൽ യൂസ് ചെയ്യേണ്ടത്. അതായത് നല്ല രീതിക്ക് തന്നെ ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഗോൾ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഗബ്രിയലിൻ്റെ ഒരു ക്രോസിന് അങ്കിൾ കസമീറോ ആണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഈസ് ഡെലിവറിങ് ഫോർ ബ്രസീൽ ആസ് യൂഷ്വൽ. അപ്പോൾ ഈ കളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2018 ഫെല്ലനിൻ്റെ ഗോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇതേ സെയിം ടാക്ടിക്സ് 2-0 ജപ്പാൻ ബാക്ക് പോയിരുന്ന സമയത്ത് ബെൽജിയം കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഏരിയൽ ബോൾസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫെല്ലനി ഗോൾ അടിക്കുന്നത്. അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു, ഇഞ്ചുറി ടൈമിലേക്ക് പോകുന്നു. ഇഞ്ചുറി ടൈമിലാണ് കോർട്ടോ ഒരു കോർണർ ക്ലെയിം ചെയ്ത് കൗണ്ടർ അടിച്ചിട്ട് അങ്ങനെയാണ് ബെൽജിയം ജയിക്കുന്നത്. അപ്പോൾ അതേപോലെ ഏരിയലി ത്രെട്ട് ഉണ്ടാക്കാൻ, ജപ്പാന് വേണ്ടി ത്രെട്ട് ഉണ്ടാക്കാൻ ബ്രസീലിന് പറ്റി. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വർക്കും ചെയ്യുന്നുണ്ട്. ബ്രസീൽ ശരിക്കും സെക്കൻഡ് ഹാഫിൽ ഭയങ്കര അൺലക്കി ആയിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു അറ്റംപ്റ്റ് പോസ്റ്റിന് കൊണ്ട് പോകുന്നുണ്ട്, വേറൊരു അറ്റംപ്റ്റ് ക്രോസ് ബാറിന് തട്ടുന്നുണ്ട്, വേറൊരു അറ്റംപ്റ്റ് ഗോൾ ലൈൻ ക്ലിയറൻസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബ്രസീൽ നല്ല രീതിക്കാണ് സെക്കൻഡ് ഹാഫ് കളിച്ചത്. ആൻഡ് ദേ ഡിസേർവ് ദ വിൻ. കളി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് വിചാരിച്ച സമയത്താണ് 90+6 ആണ് ആഡ് ഓൺ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ 90+5 ഗബ്രിയൽ മാർട്ടിനെല്ലി ആ ഗോൾ അടിക്കുന്നത്. അപ്പം ജപ്പാൻ പ്ലെയറിന്റെ ഒരു മിസ്റ്റേക്ക് മുതലെടുത്ത് ബ്രൂണോ ഗോമൻസിന്റെ അസിസ്റ്റ് നിന്നാണ് മാർട്ടിനെല്ലി ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. അങ്ങനെ ബ്രസീൽ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഈ കളിയിൽ വിനി അടിപൊളിയായിട്ടാണ് കളിച്ചത്. ഗോൾ അസിസ്റ്റ് ഒന്നും പുള്ളിന്റെ പേരില്ല, പക്ഷെ എന്നിരുന്നാലും ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ്ലി പ്രഷർ ഉണ്ടാക്കാനും ത്രെട്ട് ഉണ്ടാക്കാനും വിനീഷ്യസിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കളിക്ക് വന്നൊരു മേജർ മിസ് എന്ന് പറയുന്നത് നെയ്മറാണ്. അപ്പോൾ നെയ്മർ സ്റ്റാർട്ടിംഗ് ടൈം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 60-70 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് നെയ്മർ വരുന്നതാണ്. പക്ഷെ നെയ്മറിനെ സബ് ചെയ്യുന്നില്ല ആഞ്ചലോട്ടി. അപ്പോൾ അടുത്ത കളിയിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പം ബ്രസീൽ അങ്ങനെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ ജർമ്മനി വേഴ്സസ് പരഗ്വേ ആണ്. അപ്പോൾ ഈ മാച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനി ജയിക്കുന്നതാണ്. പക്ഷേ കളിയിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് പരഗ്വേ ആണ്. പരഗ്വേന്റെ ഒരു ക്രോസ് നിന്ന് എൻസിസോ ആണ് പരഗ്വേക്ക് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജർമ്മനി ഇക്വലൈസ് ചെയ്യാണ്. ഹാവേർട്സ് ആണ് ഇക്വലൈസ് ചെയ്യുന്നത്. വിറ്റ്സിന്റെ ഒരു ക്രോസ് നിന്നാണ് ഹാവേർട്സ് ആ ഗോൾ അടിക്കുന്നത്. ഈ ഗോളിന് ശേഷം ഹാവേർട്സിന് സെയിം കൈൻഡ് ഓഫ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അത് ഹാവേർട്സ് കണക്റ്റും ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഗോൾ സേവ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലാണ് ജർമ്മനി ഒരു ഗോൾ അടിക്കുന്നത്. ജൊനാഥൻ താ ആണ് ഗോൾ അടിക്കുന്നത്. പക്ഷെങ്കിൽ ആന്റൺ ഗോളിനെ ഫൗൾ ചെയ്യുന്നുള്ള ഒരു ഒഫൻസ് പ്രകാരം ആ ഗോൾ ഓവർ റൂൾ ചെയ്യാണ്. കളി എങ്ങനെ പെനാൽറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ ജർമ്മനിക്ക് വേണ്ടി ഫസ്റ്റ് കിക്ക് എടുക്കാൻ വന്നത് ഹാവേർട്സ് ആണ്. ഹാവേർട്സിന്റെ ഒരു പുവർ പെനാൽറ്റി ഗോൾ കീപ്പർ സേവ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ജർമ്മനിന്റെ അടുത്ത 2 കിക്കും ഗോളായി മാറുന്നുണ്ട്. പരഗ്വേ ആണെങ്കിൽ ഫസ്റ്റ് 3 കിക്കും ഗോളാക്കുന്നുണ്ട്. അപ്പം ജർമ്മനിക്ക് വേണ്ടി 4ാമത് കിക്ക് എടുക്കാൻ വന്ന വോൾട്ടമാഡയാണ്. വോൾട്ടമാഡന്റെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യാണ്. അപ്പോൾ അടുത്ത കിക്ക് അടിച്ച് കഴിഞ്ഞാൽ പരഗ്വേക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ പരഗ്വേന്റെ 9 നമ്പറുള്ള പ്ലെയർ അത് മിസ്സാക്കാണ്. ജർമ്മനിക്ക് വേണ്ടി അടുത്ത് കിക്ക് എടുക്കാൻ വന്ന അൻവീരി ജർമ്മനിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്യാണ്. അതേപോലെ തന്നെ പരഗ്വേന്റെ പ്ലെയർ മിസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ കളി തിരികോ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്. പക്ഷെ അടുത്ത ഷോട്ട് ജനതാന്ത പുറത്തേക്ക് അടിച്ച കളിയാണ്. അങ്ങനെ പരഗ്വേ ഇവഞ്ചലി പെനാൽറ്റി ജയിക്കുകയാണ്. ഈ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, ഫുട്ബോൾ ഈസ് സംടൈംസ് ക്രൂവൽ. അപ്പോൾ ഈ കളിയിൽ ഇക്വലൈസ് ഗോൾ അടിച്ചത് ഹാവേർട്സ് ആണ്. അതേ ഹാവേർട്സ് തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫസ്റ്റ് കിക്ക് മിസ് ചെയ്യുന്നു. അതേപോലെ ഒരു വിന്നിംഗ് ഗോൾ അടിച്ചത് നമ്മൾ വിചാരിച്ച ജൊനാഥൻ താ ആണ്. അതേ ജൊനാഥൻ താ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു കിക്ക് മിസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ പരഗ്വേ ജർമ്മനിയോട് ജയിച്ചിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പരഗ്വേന്റെ ഗോൾ കീപ്പറാണ്. ഷൂട്ടൗട്ടിൽ 2 നല്ല ഇമ്പോർട്ടൻറ്റ് സേവുകളുണ്ട്. അതേപോലെ തന്നെ നോർമൽ ടൈമിൽ നല്ല സേവുകൾ ചെയ്യുന്നുണ്ട് ഗോൾ കീപ്പർ. അപ്പം ജർമ്മനിയുടെ ഗോൾ കീപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാനുവൽ നോയറിന്റെ ലാസ്റ്റ് കളിയായിരുന്നു ജർമ്മനിക്ക് വേണ്ടിയിട്ട്. അതൊരു നല്ല നോട്ടിലല്ല എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ മാച്ചോട് കൂടി സൗത്ത് അമേരിക്കൻ ടീംസിന്റെ ശക്തി എന്ന കാര്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്രസീലും പരഗ്വേ റൗണ്ട് ഓഫ് 16 അഡ്വാൻസ് ചെയ്യുകയാണ്. അപ്പോൾ മൂന്നാമത്തെ മാച്ച് നടന്നത് നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലാണ്. അതൊരു കിടില മാച്ചാണ്. അങ്ങനെ പെനാൽറ്റിയിലാണ് നെതർലാൻഡ്സിന്റെ മൊറോക്കോ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ കളിയിലേക്ക് വരുന്ന സമയത്ത് നെതർലാൻഡ്സ് ഒരു ഫോർമേഷൻ ചേഞ്ച് ആയിട്ടാണ് വന്നത്. ബാക്ക് 3 വെച്ചാണ് നെതർലാൻഡ്സ് കളി സ്റ്റാർട്ട് ചെയ്തത്. നെത്താനാക്കെയാണ് റേഞ്ചേഴ്സിന് വരെ ടീമിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ 2 ടീം ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. അപ്പം നെതർലാൻഡ്സിന് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ഗാക്പോ ആണ്. അപ്പോൾ ഗാക്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഗാക്പോയുടെ കാര്യം പറയുകയാണെങ്കിൽ
ഗ്യാക്പോന്റെ കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെന്റിലാണ് ഗ്യാക്പോ സ്റ്റെപ്പ് ചെയ്തിട്ട് നെതർലൻഡ്സിന് വേണ്ടി കളിക്കാൻ വരുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെന്റിൽ ഗ്യാക്പോ ഡെലിവറും ചെയ്യുന്നു. അപ്പോൾ മൊറോക്കോക്ക് വേണ്ടി ഇക്വലേഴ്സ് ഗോൾ അടിക്കുന്നത് ഇസാ ഡിയോപ്പ് ആണ്. ഒരു കിടിലൻ ഹെഡറിലൂടെയാണ് ആ ഗോൾ ഇസാ ഡിയോപ്പ് അടിക്കുന്നത്. അപ്പം കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് ചൂസ് ചെയ്യപ്പെട്ടതും ഇസാ ഡിയോപ്പ് ആണ്. അപ്പോൾ എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ടും കളി 1-1 എന്നുള്ള സ്കോർ ലൈനിൽ നിൽക്കുകയാണ്. അങ്ങനെ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്തൊക്കെ സംഭവിക്കാന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നെതർലാൻഡ്സ് ആൻഡ് പെനാൽറ്റീസ് വിൽ നോട്ട് എൻഡ് ഇൻ എ ഗുഡ് നോട്ട്. അപ്പോൾ അതന്നെ സംഭവിക്കുകയാണ്. ഇപ്പോൾ ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചോളം ഒരു കോമഡി പെനാൽറ്റി ആയിരുന്നത്. പുറത്തേക്ക് അടിക്കലും ഗോൾ കീപ്പർ സേവും പോസ്റ്റിനെ അടിക്കലൊക്കെ പറഞ്ഞിട്ട് ഒരു കോമഡി ഷൂട്ടൗട്ട് ആയിരുന്നത്. അങ്ങനെ അതിൻ്റെ എൻഡിൽ അവസാനം നെതർലൻഡ്സ് തോൽക്കുകയാണ്. മൊറോക്കോ റൗണ്ട് ഓഫ് 16 അഡ്വാൻസ് ആണ്. അപ്പോൾ മൊറോക്കോന്റെ എതിരാളിയായിട്ട് റൗണ്ട് ഓഫ് 16 വരുന്നത് കാനഡയാണ്. അപ്പോൾ ഫസ്റ്റ് മാച്ച് ഡേനെ പറ്റിയും പറയണം. ഫസ്റ്റ് മാച്ച് ഡേയിലും കാനഡ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഒരു കിടിലൻ മാച്ച് ആയിരുന്നു. പൊസിഷൻ കൺട്രോൾ ചെയ്ത സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും വിന്നിംഗ് ഗോൾ അടിച്ചുകൊണ്ട് കാനഡ ജയിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കളി കണ്ടുകൊടുക്കുന്ന സമയത്ത് അയ്യോ എക്സ്ട്രാ ടൈമിലേക്ക് കളി പോകുന്ന വെച്ചാൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് 90+2 കാനഡ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് കളി ജയിക്കുന്നത്. അങ്ങനെ റൗണ്ട് ഓഫ് 16 കാനഡയും മൊറോക്കോ ആണ് ഏറ്റുകൊണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാച്ചൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമന്റ് ചെയ്യാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം പീസ് ഔട്ട്.